സർ, എല്ലാ ഡോക്ടേഴ്സും പറയാറുണ്ട് സർജറിക്ക് മുൻപ് ആഹാരം കഴിക്കാതെ വരണമെന്ന്. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്? വളരെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. പ്രീ ഓപ്പറേറ്റീവ് ഫാസ്റ്റിംഗ് എന്തിനാണ് ഓപ്പറേഷന് മുമ്പ് ആഹാരം കഴിക്കാതെ വരണം എന്ന് നിർദ്ദേശിക്കുന്നത്? അത് തീർച്ചയായിട്ടും ശരിയാണ്, എല്ലാ ഡോക്ടേഴ്സും നിർദ്ദേശിക്കാറുണ്ട്. അത് വളരെ കർശനമായിട്ട് പാലിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് അത് നിർദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരു 6 മണിക്കൂർ ഫാസ്റ്റിംഗ് വേണം. നല്ല ഹെവി ആയിട്ട്, ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് ഒരു ബിരിയാണിയൊക്കെ ആണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കട്ടിയുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് വേണം എന്ന് പറയും. അങ്ങനെയാണ്. അപ്പം ഹെവി മീൽസ് ആണെങ്കിൽ 8 മണിക്കൂർ, ലൈറ്റ് മീൽസ് ആണെങ്കിൽ 6 മണിക്കൂർ ഫാസ്റ്റിംഗ് പറയും. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആഹാരം, നമ്മൾ വായിൽ ചവയ്ക്കുന്ന ആഹാരം അന്നനാളം വഴി അത് ആമാശയത്തിലേക്കാണ് ചെന്ന് അവിടെ ആമാശയത്തിൽ അത് കുറേ നേരം അതവിടെ ഉണ്ടാവും. ഈ ആമാശയത്തിനകത്ത് ബാക്കിയുള്ള ഡൈജസ്റ്റീവ് ദ്രാവകങ്ങൾ, ജ്യൂസുകളൊക്കെ വെച്ചിട്ട് ഈ ആഹാരത്തിനെ രൂപാന്തരപ്പെടുത്തിയാണ് പിന്നെ അത് നമ്മുടെ ഇൻഡസ്റ്റൈൻസ് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പിന്നെ ക്രമേണ ആമാശയത്തിൽ നിന്നും അത് കുടൽമാലയിലേക്ക് ഇറങ്ങി അങ്ങനെയാണ് നമ്മുടെ ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദഹനം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആമാശയത്തിനകത്ത് കിടക്കുന്ന ഒരു സമയം, അതാണ് ഈ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ആമാശയത്തിനകത്ത് അദ്ദേഹം കഴിച്ച ആഹാരം ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷെ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ആള് മയക്കത്തിലേക്ക് പോയി, മയക്കം കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ജനറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ട്യൂബ് കടത്തി ലങ്സിലേക്ക്, ട്രക്കിയയിലേക്ക്, ശ്വാസനാളത്തിലേക്ക് ട്യൂബ് കടത്തി കൃത്രിമമായിട്ട് ശ്വാസം കൊടുത്തിട്ടാണ് നമ്മൾ അനസ്തീഷ്യ കണ്ടിന്യൂ ചെയ്യുന്നത്. ആ സമയത്ത് അന്നനാളം വഴി ഈ ആമാശയത്തേക്ക് കിടക്കുന്ന ഭക്ഷണം, നേരത്തെ കഴിച്ച ഭക്ഷണം അന്നനാളം വഴി തികട്ടി വായിലോട്ട് വരാനും വായിലേക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ, പദാർത്ഥങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ശ്വാസകോശം വഴി ലങ്സിലേക്ക് കടക്കാനും അത് ഭയങ്കര വലിയ അപകടം സൃഷ്ടിക്കാനും, ആസ്പിറേഷൻ ന്യൂമോണിയ, ശ്വാസതടസ്സം, അങ്ങനെ വലിയ വലിയ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വളരെ കർശനമായിട്ട് നമ്മൾ ഫാസ്റ്റിങ്ങിന്റെ ഗൈഡ് ലൈൻ പാലിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത് എല്ലാ രോഗികളും. അപ്പം അതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും ഒരു നിർദ്ദേശം ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു മെസ്സേജ്. പിന്നെ 6 മണിക്കൂർ അപ്പോൾ ഒന്നും കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം കഴിക്കാം. എന്താണ് കഴിക്കാൻ പറ്റുക? ഓപ്പറേഷന് 2 മണിക്കൂർ മുമ്പ് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ക്ലിയർ ഫ്ലൂയിഡ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ വേണമെങ്കിൽ കുടിക്കാം. പക്ഷെ പാലൊഴിക്കുന്ന ചായ പാടില്ല, കാരണം പാല് സോളിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ കട്ടൻ ചായ കുടിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ ഓപ്പറേഷന് മുമ്പ് കുടിക്കാൻ പറ്റുന്ന ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് കാർബോഹൈഡ്രേറ്റ് ലോഡിങ്, മധുരം അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡ്സ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് ആണെങ്കിലും നമുക്ക് കുടിക്കാൻ കഴിയും. അപ്പൊ അത് പക്ഷെ എപ്പോ കുടിക്കാൻ പറ്റും? ഓപ്പറേഷന് 2 മണിക്കൂർ മുമ്പ്. ഈ 2 മണിക്കൂറിന്റെ ഇടയിൽ പിന്നൊന്നും പാടില്ല. അപ്പൊ അതും നമുക്കൊരു 200 ml വരെ നമുക്ക് കുടിക്കാൻ സാധിക്കും. അല്ലാതെ കട്ടിയുള്ള ഭക്ഷണം ഒന്നും തന്നെ 6 മണിക്കൂറിന്റെ ഇപ്പുറത്തോട്ട് നമുക്ക് കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് കൃത്യമായിട്ട് നിർദ്ദേശിക്കാൻ എല്ലാവരോടും പറയുന്നത്. ഇനി മയക്കുന്ന രോഗികൾക്ക് മാത്രമല്ല, തരിപ്പിച്ചിട്ട് ചെയ്യുവാണെങ്കിലും നമ്മൾ എപ്പോഴും ഫാസ്റ്റിംഗ് പറയും. കാരണം എപ്പോഴും ചിലപ്പോൾ തരിപ്പേക്കണം എന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? പിന്നുള്ള ഉപാധി എന്ന് പറയുന്നത് നമുക്ക് മയക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആഹാരം കഴിച്ചതുകൊണ്ട് മയക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് എല്ലാവിധ അനസ്തേഷ്യക്കും നമ്മൾ ഫാസ്റ്റിംഗ് നിർദ്ദേശിക്കുന്നത്.